ജോപ്പാസ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് 3, 2025 രാവിലെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. കാരണം ഇന്ന് വിഭൂതി തിരുനാളാണ്. നെറ്റിയിൽ കുരിശ് വരച്ച് അമ്പല നോമ്പിലേക്ക് പ്രവേശിക്കുന്നു. ഒഴുക്കിനൊത്ത് നീങ്ങാനുള്ളതല്ല ജീവിതമെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് നോമ്പുകാലം. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങുന്നൂനം. അനുതാപ കണ്ണുനീർ വീഴ്ത്തി പാപ പരിഹാരം ചെയ്തു കൊള്ളുക നീ. പാപപരിഹാര പ്രവൃത്തികൾ ചെയ്യാനും അനുദപിക്കാനും നമ്മളെ ദ്രോഹിച്ചവരോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാനും ഉപകാരപ്രദമാക്കിയെടുക്കാം ഈ നോമ്പുകാലത്ത്. ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. മറ്റുള്ള സഹോദരങ്ങളിൽ നമുക്ക് ദൈവത്തെ കാണാൻ സാധിക്കണം. ഉള്ളവരും ഇല്ലാത്തവരും തുല്യരാകുന്ന, മറ്റു സഹോദരന് നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരം നന്നായി ഉപയോഗിക്കുന്ന, എല്ലാം ഉണ്ടായിട്ടും ഈശോയെ പ്രതി നമ്മുടെ പാവപരിഹാരത്തിനായി നമുക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്വർഗീയ അനുഭവ നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഈശോയുടെ പെസഹ രഹസ്യവും പീഡാനുഭവവും മരണവും ഉദ്ധാനവും വരെയാണ് 50 നോമ്പ് നാം ആചരിക്കുന്നത്. ഇതോടൊപ്പം മുസ്ലിം സഹോദരങ്ങളും നോമ്പിലൂടെ കടന്നു പോകുന്നു. എല്ലാവർക്കും നല്ലൊരു നോമ്പുകാലം ആശംസിക്കുന്നു. ജോപ്പാസ് വ്ലോഗ് എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. സബ് ചെയ്യാൻ ആരും മറക്കണ്ടട്ടോ ചങ്ങായിമാരെ. അപ്പം പിന്നെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ. ടാറ്റാ.